ഹലോ മലയാളി, ഹലോ ഹലോ മലയാളി, കിരൺ മലയാളി. അവിടെ നിന്നോണ്ട് എന്നാ മലയാളി കിരൺ മലയാളി. ഞാൻ മുതുകിലുണ്ട്. മുടുകിലോ? ആര് ഫസ്റ്റ് എത്തുമെന്ന് നോക്കണം. ഓ ഓക്കെ ഓക്കെ. ഞാൻ ബുള്ളറ്റിന് ട്രെയിനിങ് കൊടുക്കുമായിരുന്നേ. ഹലോ, മറ്റേ ബ്ലാക്ക് മാർക്കറ്റ് അല്ലേ? ഞാൻ എത്തി മലയാളി. ഹെൽമെറ്റിന് എത്രയായിരുന്നു? അണ്ണാ എവിടാ? എടാ നീ എവിടെ? മല്ലി ഞാൻ കണ്ടേ, ഞാനാണ് പുറകിരിക്കുന്നത്. മല്ലി മലയാളിക്ക് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞു. അണ്ണാ ഹലോ സ്വീഡ് എങ്ങോ വരുന്നുണ്ട്. അല്ല ഞാൻ ജിനിയ. ജിനിയായിരുന്നോ? മല്ലി ഞാൻ വന്ന് കുറച്ചു നേരമായി കേട്ടാ. സ്പീഡ് മാത്രം വന്നേ. ഇന്ന് ആ ദിവസമാണ്, ഇന്ന് ഒഴിവാക്കലിന്റെ ദിവസമാണ്. മലയാളി ഒഴിവാക്കിയടാ നിന്നെ. ഞാൻ പറഞ്ഞ 50 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേട്ടാ. ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ സുഖമാണ് കുട്ടി? ആ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. സംസാരിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം കേട്ടോ. അപ്പൊ ഞങ്ങളെ ഇവിടുത്തെ ചെറുതായിട്ടൊരു ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാ. പോയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ ശരി 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 ശരി. കുട്ടിയുടെ പേര് ഐസൽ. ഐസൽ. ഓ നൈസ് ടു മീറ്റ്. ബാബു നമ്പർ. ഹായ് ബാബു. എന്റെ അണ്ണൻ ഐസൽ. അണ്ണ വരുന്നു. നിന്റെ അണ്ണനാണോ? ബാക്കി എന്തെങ്കിലും പറയാനുണ്ടോ? നീ പറഞ്ഞു. എടാ സ്പീഡ് വാ. പറയൂ അണ്ണ ഇന്നലെ ഗ്യാങ് ഫണ്ട് ഞാൻ എല്ലാം സർക്കണ്ണെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ പണിയൊന്നുമില്ല. ഇല്ല. സ്പീഡിന് എങ്ങനെ അറിയാം? സ്പീഡിനെ ഇവിടുന്ന് മുതിക്കുന്ന തന്നെ പരിചയപ്പെട്ടു. പിന്നെ അമ്പത്തൂര് അവരെല്ലാരും പരിചയപ്പെട്ടു. അങ്ങനെ സ്പീഡ് നല്ലൊരു പയ്യനാണ്. അറിയാം. ആ അതിനാ ഞാൻ പറഞ്ഞിടാ, നല്ലൊരു പയ്യനാണ് സ്പീഡ്. ഐജൽ നമ്പർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്റെ അടുത്ത്. ആ നല്ലൊരു കുട്ടിയാണ്, പരിചയപ്പെട്ടു. അവന്റെ ജീവിതം ഒട്ടാകെ മാറി എന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ജീവിതം മാറാതെ നോക്കണം. കുട്ടിയുടെ ജീവിതം ടൈമിങ് വന്നല്ലോ, അതാ ഞാൻ പിന്നെ അങ്ങനെ അതെ അതെ. ഇനി ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ബന്ധമില്ലാത്ത കാര്യം സംസാരിക്കുന്നുണ്ട് കുറച്ച്. ആ അപ്പൊ നീ ഗ്യാങ് ഫണ്ട് കൊണ്ട് വാ, നമുക്ക് ഗ്യാങ് ഫണ്ട് പിടിക്കാൻ പോവാടെ. ജെനി, ഐജൽ, അലീറ്റ എല്ലാവർക്കും പോയി. ചന്ദ്രബോധ് ഓക്കെ പെട്ടെന്ന് വരും കേട്ടോ. പെട്ടെന്ന് സ്പീഡ്. എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം സംസാരിക്കണമെന്നൊരു റെസ്പെക്ട് ബാബുവാ. അങ്ങനെയാണ് ഞാൻ
ഹലോ മലയാളി ബാബു പറ. മല്ലി എന്നെ ഒഴിവാക്കുവാണോ? ബാബുനെയോ? മല്ലി ഞാനോ? ആ ബാബു നിന്നെ ഒഴിവാക്കുന്നേ ഞാൻ എന്റെ സാധനം വെട്ടി കായലെറിയും. അപ്പൊ നേരത്തെ ഒഴിവാക്കിയല്ലേ എടേ, മല്ലി? അറിയാലോ കല്യാണം കഴിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധം അത് പിന്നെ അങ്ങനെ പറഞ്ഞറിയിക്കാനുള്ളതാണാടാ അത്. ആ അത്രേ ഉള്ളൂ മല്ലി. മല്ലി എവിടെ നിൽക്കണേ? എനിക്ക് എന്തോ ഭയങ്കര ഫീലായി മല്ലി എന്നെ ഒഴിവാക്കിയ പോലെ. കൊറേ നേരം കടിച്ചു പിടിച്ച് ഞാൻ നിന്നെ, പക്ഷെ പറ്റണില്ല. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ മുതുക്കില് മറ്റേ നീല ഡ്രസ് ഇട്ടിരുന്ന നീയായിരുന്നാ? മല്ലി അത് ഇന്നലെ ക്രിക്കറ്റ് കാണാൻ പോയതാണ് മല്ലി. എംബാപ്പയുടെ ടീഷർട്ട് ഇട്ടുണ്ട്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ എടാ ഞാൻ വിചാരിച്ചത് നിന്നെ പോലെ സംസാരിക്കണ വേറൊരുത്തനെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ സിറ്റിയില്. മനസ്സിലായ? ഓ അങ്ങനെ 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 മനസ്സിലായി മല്ലി, മനസ്സിലായി. എപ്പോഴും എന്റെ പഴയ ഡ്രസ്സിൽ തന്നെ നടക്കാം. അപ്പൊ എളുപ്പമായിരിക്കില്ല കണ്ടുപിടിക്കാൻ. അതാ ഞാൻ പറഞ്ഞ നീ ഡ്രസ് മാറി നിന്റെ ഐഡന്റിറ്റി പോയി. ഓ ഓ അങ്ങനെ അങ്ങനെ അങ്ങനെ. അതാ നീ ആ ഡ്രസ്സിൽ എവിടെ ഉണ്ട്? ഞാൻ അങ്ങോട്ട് പറയാം മല്ലി. അവിടെ ഇല്ല പാടയില്ല, ഞാൻ അങ്ങോട്ട് പറയാം. ഞാൻ ഇപ്പൊ പോവും പിത്തള. മഞ്ഞ കളസ് ഇടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നമ്പറുകൾ ചെയ്താല് എന്ത് ചെയ്താലും മഞ്ഞ കളസാവും. നടക്കുന്ന കേസല്ല. ഞാൻ ഒരു ദിവസത്തിൽ ഇതില് സംസാരിക്കണം കേട്ടോ. ഒരു ദിവസം നമ്മളെല്ലാവരുമായിട്ട് ഇതിൽ സംസാരിക്കണം. ഇത് വാങ്ങിന് മാത്രം എന്തൊരു എംബാബയുടെ ടീഷർട്ട് ഇട്ട് ക്രിക്കറ്റ് കാണാൻ പോയെന്ന്. വോളിബോളിന് പോകണ്ടവനല്ലേ ബാബു? മല്ലി ഗാങ് ഫണ്ട് ഒക്കെ റെഡി അല്ലേ? മല്ലി എന്റെ സെറ്റാണ് പമ്പ് ഓണർ മല്ലി. ഓ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പമ്പ് ഓണറിന് അല്ല നീ പമ്പിന്ന് മാത്രം എത്ര രൂപ ഉണ്ടാക്കി? ഞാൻ 1 കോടി. പമ്പിന്ന് മാത്രം? ഓ ഓണർഷിപ്പ് എന്നാ ട്രാൻസ്ഫർ ചെയ്യണേ? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു ഇവിടെ. അതാണ് ആകെയുള്ള ആശ്വാസം. അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഇനി കൊടുക്കണമെങ്കിൽ ഗവൺമെന്റിന്. ഞാൻ ചോദിക്കാം, ഗവൺമെന്റ് സംസാരിക്കാം. ഓ ഓ